പോന്നൂർ ഗ്രാമം സർഗവേദി അവതരിപ്പിക്കുന്ന അഞ്ചാമത് നാടകം മനസ്സുള്ളവൻ ശിഖണ്ഡി. നാടകരചന ബിനോയ് ബാലൻ പി. സംവിധാനം ജുബി കുണ്ടുകുളം. വൈറ്റാട്ടി ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ വരും, നീ ഒന്ന് ഭയക്കാതിരിക്കും. ഈ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ പൊന്നിനെ കാണാൻ കൊതിയായിട്ട് വയ്യ. നമ്മുടെ പൊന്നിനെ നമ്മൾ എന്ത് പേര് ചൊല്ലി വിളിക്കും? കണ്ണാന്ന് വിളിച്ചാലോ? കണ്ണൻ, കള്ളക്കണ്ണൻ. 10,000-ഓളം കാമുകിമാരുണ്ടായിരുന്നവനാ. ഏയ്, അത് വേണ്ട. ആൺകുഞ്ഞു തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. പെൺകുഞ്ഞായാൽ നമുക്ക് സീതാന്ന് വിളിക്കാം. അത് വേണ്ട. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ടവളാണ് സീത. നമ്മുടെ മക്കൾ ആരാലും ഉപേക്ഷിക്കപ്പെടരുത്. നമ്മുടെ മകളെ നമുക്ക് രാജകുമാരിയായി വളർത്തണം. ഈ വാദ്യാരെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് തീരെ വയ്യ. വൈറ്റാട്ടി ഇതുവരെ വന്നില്ലല്ലോ. ഞാനൊന്ന് കിടക്കട്ടെ. നീ ഇതെവിടെയായിരുന്നു? അവൾക്ക് തീരെ വയ്യ. നമ്മളെ വായിച്ചാട്ടിക്ക് തീരെ സൂലാണ് കിടക്കല. ഞാൻ അങ്ങേക്കാരെ പോട്ട് അവിടുത്തെ വായിച്ചാട്ടിനെ വിളിച്ചാ പറഞ്ഞേ. കഥ പറയാൻ നിൽക്കാണ്ട് വെള്ളം കിടക്കണ പെണ്ണ് എവിടെയാന്ന് പറയും. ഒരു അകത്തുണ്ട്. ഇതൊക്കെ കൂത്തായി താപ്പെങ്ങണ. അതല്ല ഞാൻ ചെന്നോളാം. ഇങ്ങോട്ട് മാറി. കാർത്തോ ഒന്ന് ചാടിക്കടിക്കാടി നിക്കടി. ആവശ്യം വരുമ്പോ ഞാൻ വിളിക്കും. പട്ടി ഉണ്ടാവണം. ഇങ്ങനെ ചാടി കടിക്കുന്നുള്ളൂ. അവളൊരു പാവാ. സുഭദ്രയോ? വാദ്യാരാണല്ലേ? ഇങ്ങനെ പേടിക്കാനൊന്നും ഇല്ല. സമാധാനമായിട്ട് അവിടെ ഇരിക്കും. ഇതൊക്കെ അവള് നോക്കിക്കോളും. ഒരുപാട് പേരെടുത്തോളം അവള്. പിന്നെ ആ ഓമനത്തുള്ള കുഞ്ഞിനെ കാണുമ്പോ ഈ സങ്കടമൊക്കെ മാറും. സന്തോഷാവില്ലേ? മന്ദരമായി നാടകണം. കോലത്തെ തമ്പുരാട്ടിയല്ല വിചാരം. വീടത്ര കണ്ടതാ ഞാൻ. പേരൊന്നുണ്ടായിരുന്നു നടക്കണ വീടത്ര. വൃത്തിയിലെത്തൂട ചൂടുവെള്ളം ഉണ്ടാ ഇവിടെ. തങ്ങളുടെ കൊമ്പൻ തെളിക്കാം. ചൂടുവെള്ളം വെച്ചേ. എന്താ പറ്റിയവൾക്ക്? പതിവില്ലാണ്ടൊരു ദേഷ്യം. കാർത്തോ ഒന്ന് മുറിക്കാല. കാർത്തോ കാർത്തോ എന്താ പത്ര ആലോചിക്കണേ? വേണ്ട കിടക്ക
എന്താ കുഞ്ഞ്? എന്താ കുഞ്ഞ്? ആണോ പെണ്ണോ? കുട്ടി ശിഖണ്ഡിയ, ഏ? കുട്ടി ശിഖണ്ഡിയ, നാടിനും വീടിനും ശാപമായ ശിഖണ്ഡി, ശിഖണ്ഡി. കുട്ടി ശിഖണ്ഡിയ, നാടിനും വീടിനും ശാപമായ ശിഖണ്ഡി. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നമ്മുടെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് നിങ്ങൾ എന്താ നോക്ക പോലും ചെയ്യാത്തെ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ആശിച്ചു മുറിച്ചു കിട്ടിയ ഈ പൊന്നുകുടത്തിന് എന്താ നിങ്ങൾക്കൊന്ന് താലോലിക്കാൻ തോന്നാത്തെ? അവനെ ഒന്ന് നോക്കിയേ, അവൻ അവന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ. നാടിനും വീടിനും ശാപമായ ശിഖണ്ഡി. എനിക്ക് അവനെ കാണണ്ട, കൊണ്ടുപോ. അനന്തേട്ടാ, സത്യം പറയേ, നമ്മുടെ കുഞ്ഞിന്റെ പിതൃത്വത്തിൽ അനന്തേട്ടന് എന്തെങ്കിലും സംശയമുണ്ടോ? സുഭദ്ര, നിന്നെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്കതിന് സാധിക്കില്ല. പിന്നെ കണ്ണ എന്ന് വിളിച്ച് കൊഞ്ചിക്ക, ഒരാൺകുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞിട്ട് സീത എന്ന് പേരും ചൊല്ലി വിളിച്ച് താലോലിക്കാൻ ഒരു പെൺകുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചത്. ഒടുവിൽ നീ എനിക്കൊരു ശിഖണ്ഡിയല്ലേ തന്നത്? എനിക്കവന് കാണണം, കൊണ്ടുപോ. നിങ്ങൾ എന്താ പറഞ്ഞത്? ശിഖണ്ഡിയെന്നോ? ഈ
പൊന്നിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയ രാജകലയുള്ള കുട്ടിയായി ഇവൻ. ആരാ നിങ്ങളുടെ ഈ പാതകം പറഞ്ഞത്? എനിക്ക് അവനെ കാണണ്ട, കൊണ്ടുപോ. പറയേ, ആരാ പറഞ്ഞത് ഇവൻ ശിഖണ്ഡിയാണെന്ന്? വയറ്റാട്ടിത്തള്ള. അല്ല, വയറ്റാട്ടി പറഞ്ഞത് നുണയാ. ഇവന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത്ര ഐശ്വര്യമുള്ള ഒരു കുഞ്ഞ് ഈ ദേശത്തുണ്ടോ? വയറ്റാട്ടിക്ക് തെറ്റുപറ്റില്ല. നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ പേരെടുത്ത് തള്ളയാ. അവർക്ക് തെറ്റുപറ്റില്ല. ഇല്ല, അവർ പറഞ്ഞതാ ശരി. അല്ല അല്ല, ഇവൻ ഉത്തമനായ ഒരു ആൺകുട്ടിയാണ്. ഈശ്വര, അവർക്ക് തെറ്റുപറ്റില്ല. ഈ കുഞ്ഞ് ഈ വീടിന് നാടിന് ശാപമാണ്. നമുക്ക് കുഞ്ഞ് വേണ്ട, നമുക്ക് അവനെ ഉപേക്ഷിക്കാം. അനുജേട്ടാ, ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. എല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഇവൻ ഉത്തമനായ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവനെ ഞാൻ വളർത്തും. അതിൽ നിനക്കുള്ളതൊന്നുമില്ല. കടന്നു പോ. നിങ്ങൾക്ക് എന്താ പറ്റിയ? നമ്മുടെ മോനെ കാണുമ്പോ നിങ്ങൾ എന്താ ഇങ്ങനെ? എനിക്ക് അവനെ കാണാൻ വയ്യ. എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ? ഇവനെ നിന്നെ പോലെ എനിക്ക് ലാളിക്കാനാവുന്നില്ല. ഇവൻ ശിവൻ ഒരു ശിഖണ്ഡിയ. അല്ല, ഇവ ശിഖണ്ഡിയല്ല. ഇവ നമുക്ക് ആറ്റുനോറ്റുണ്ടായ പൊന്നു മോനല്ലേ. ഇവൻ ഉത്തമനായ ഒരു ആൺകുഞ്ഞാണ്. ഈശ്വര, ഇനി ഞാൻ എന്ത് പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കും? നീ എന്നെ ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഇവനെ എനിക്ക് മകനായി അംഗീകരിക്കാനാകുന്നില്ല. എന്നോടത്തുള്ള ഈ വീട്ടിൽ ഓരോ നിമിഷവും എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അച്ഛനും മകനുമൊത്തുള്ള എത്രയോ സുന്ദര നിമിഷങ്ങൾ ഞാൻ സ്വപ്നം കണ്ടതാ. എല്ലാം ഒന്നൊന്നായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവുമെല്ലാം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ ഒത്തിരി മാറിയിരിക്കുന്നു, ഒത്തിരി. അതെ അതെ അതെ, ഈ 10 വർഷങ്ങൾ കൊണ്ട് ഞാനല്ലാതായിരിക്കുന്നു. എനിക്കുണ്ടായിരുന്നു സ്വപ്നങ്ങൾ. എന്റെ കൈവിരൽ തുമ്പം പിടിച്ച് എന്റെ കൂടെ നടക്കുന്ന എന്റെ പൊന്നുമോ, ഈ നെഞ്ചത്ത് കിടത്തി താരാട്ടുപാടി ഉറക്കം ഞാൻ കൊതിച്ച എന്റെ പൊന്നുമോ, എല്ലാം എല്ലാം തകർത്തില്ല ഇവൻ.
നാലാൾ കൂടുന്നിടത്ത് ആണോ പെണ്ണോ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റാത്ത പോലെ തല കുടിച്ച് കളഞ്ഞില്ല. ഒന്നുമില്ല മോനെ. അച്ഛന് നിന്നോട് പെരുമാറ്റം കാണുമ്പോ അമ്മയ്ക്ക് പേടിയാകുന്നു. അച്ഛന്റെ സംസാരത്തിൽ നിന്നും എന്റെ പൊന്നു മോനെ അച്ഛൻ എന്തെങ്കിലും ചെയ്തു പോയേക്കുമ്പോഴേ അമ്മ ഭയപ്പെടുന്നു. അമ്മേ, അച്ഛനെന്നെ കാണുമ്പോൾ ഞാൻ ശിഖണ്ഡിയിൽ വിളിക്കുന്നു. എന്റെ പേര് കുമരൻ തന്നെ. അതെ മോനെ, മോന്റെ പേര് കുമരനാ. കുമരെന്ന് വെച്ചാ ശ്രേഷ്ഠനെന്നാ. എന്റെ മോൻ ശ്രേഷ്ഠനാ. അച്ഛൻ വരുന്നതിന് മുന്നേ എന്റെ പൊന്നു മോൻ എവിടേക്കെങ്കിലും പൊക്കോ. എവിടെയായിരുന്നാലും ഈ അമ്മയ്ക്ക് ഈ ജീവനോടെ ഇരുന്നാ മതി. ഇവിടുന്ന് പോയി ഞാൻ ഒറ്റയ്ക്കാകും. എനിക്ക് എന്തിനു പേടിയാ? ഈ പിശാചിനെ പേടിയാ? പിന്നെ വിശക്കുമ്പോ മോൻ പേടിക്കണ്ട. ഈ രക്ഷ മോന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം മോന് ഒരാപത്തും വരില്ല. അതുകൊണ്ട് എന്റെ മോൻ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. സുഭദ്രേ, ഇന്ന് മേലേക്കാവിൽ ആറാട്ടുത്സവമാണ്. ഞാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? കുറെ കാലമായില്ലേ വേലയും പൂരവും ഒക്കെ കാണാൻ പോയിട്ട്. ഇക്കൊല്ലം നമുക്ക് ഒരുമിച്ച് പോകാം. അമ്മയെ തനിച്ചാക്കി ഞാൻ എങ്ങനെ വരാനാ? ഞാനില്ല. ആ, അത് ശരിയാ. ഇവന് പോരണമെങ്കിൽ ഇവൻ പോന്നോട്ടെ. ഇവനോ? എന്താ അവന് പോണ്ടേ? ഉടുപ്പ് മാറ്റി കൊടുക്ക്. എന്റെ മോന് നല്ലൊരു ഉടുപ്പ് പോലും ഇല്ലല്ലോ. എന്തായാലും എന്റെ മോൻ ഇതിട്ട് പോയിട്ട് വാ. അച്ഛനോട് പറഞ്ഞേ പോയി വന്നിട്ട് പുതിയ ഉടുപ്പ് മേടിക്കാം. എല്ലാം ശരിയാവും മോനെ.
നടന്നേ, ഇരുട്ടായി. ഇരുട്ടായി, അച്ഛനായി നടന്നു മട്ടി. അതെ, നീ ഇവിടെ ഇരുന്നോ കുറച്ചു നേരം. ഞാൻ നടന്ന് ക്ഷീണിച്ചു. ഇവിടെ ഇരുന്നോ. നീ പേടിക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നാ മതി. താഴെ നിറയെ ഇഴജന്തുക്കളാ. കുട്ടി ശിഖണ്ഡിയ, നാടിനും വീടിനും ശാപമായ ശിഖണ്ഡി. കുട്ടി ശിഖണ്ഡിയ, നാടിനും വീടിനും ശാപമായ ശിഖണ്ഡി. ഒരു കുട്ടിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? അതൊന്നും ആവില്ല ചേച്ചി, തോന്നിയതാവും. അതെ, അതാ കിണറ്റിൽ തന്നെയാണ്. വേഗമാ, നമുക്ക് പോയി നോക്കാം. കുട്ടിയെ നമുക്ക് എങ്ങനെയും രക്ഷിക്കാം. വേണ്ട ചേച്ചി, ആവശ്യമില്ലാത്ത വയ്യാവേലിൽ നിർത്തി തലയിൽ വെക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, ഞാൻ ആ കുഞ്ഞിനെ എടുത്തിട്ടേ വരുന്നുള്ളൂ. വേണ്ട ചേച്ചി, നമുക്ക് പോവാം. പണ്ട് ഇതുപോലൊരു ദിവസം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയെ അന്ന് ഞാൻ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് പറയാൻ നീ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അവനെ കാണുന്നില്ല. പൂരത്തിരക്കിനിടയിൽ ആന വീണ്ടു. പെട്ടെന്ന് അവൻ എന്റെ കൈ വിട്ടുപോയി. ഞാൻ കുറെ ദൂരം അവൻ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു.
ഇരുട്ടായിരുന്നു. ഞാൻ കുറെ അന്വേഷിച്ചു. ഞാൻ ഇവിടെ എത്തിക്കാണുമെന്നാ കരുതിയേ. പോ. എന്റെ കൺമുന്നിൽ നിന്ന് പോ. എനിക്ക് നിങ്ങളെ ഇനി കാണണ്ട. ഇനിയെങ്കിലും ഒന്ന് പറ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്താ ചെയ്തത്? കൊന്നോ? എനിക്കൊന്ന് ശരീരം എങ്ങനെ കിട്ടണം? അച്ഛാ, രക്ഷിക്കണേ. മരിച്ചു കാണും. അത് ജീവനോടെ ഉണ്ടാകുമോ? അച്ഛാ, രക്ഷിക്കണേ. സുഭദ്ര, ആ മനപ്പറമ്പിലെ പൊട്ടക്കിണർ വരെ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. കയറ് വിളിച്ചു കൊടുക്കട്ടെ. എന്റെ മോൾ, എന്റെ മോൾ. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഞാനും വരും. നിങ്ങൾ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വേഗം ഇറങ്ങി നോക്ക്. ഞാൻ എമ്പാടും നോക്കി, അവരെ ഇവിടെ കാണുന്നില്ല. പിന്നെ സുഭദ്ര, എന്റെ മോൻ എവിടെ പോയി? ഇവിടെ തന്നെയാണോ നിങ്ങൾ അവനെ കണ്ടത്? അതോ വേറെ ഏതെങ്കിലും കിണറാണോ? ഇവിടെ തന്നെ. ശരിക്കും നോക്ക്. അവിടെ സുഭദ്ര, നോക്ക്. ഞാൻ എമ്പാടും നോക്കി. മോനെ, ഇവിടില്ല. ഉമ്മരാ, മോനെ. അവൻ ആരോ രക്ഷിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നോക്ക്, ഇത് അതിന്റെ തെളിവാ. നിങ്ങൾ ഇനി എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനാകില്ല. മാറ്, ഞാൻ എഴുതി നോക്കാം. സുഭദ്രേ, ഈ അവിവേകമൊന്നും കാണിക്കല്ലേ. നീ ഒന്ന് സമാധാനിക്കാൻ. ഞങ്ങളുടെ കുഞ്ഞ് ഈ പൊട്ടക്കിണറ്റ് വീണു. ഞാൻ വീട്ടിൽ പോയി കയറെടുത്ത് വരുമ്പോ അവനെ കാണുന്നില്ല. അവന് ശരിയാ. കുട്ടിയോ? കുട്ടിക്ക് എന്ത് പ്രായം കാണും? 12 വയസ്സ്. ഒരു കൂട്ട ശിഖണ്ഡികൾ ഒരു കുട്ടിയെ കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. കുട്ടി നനഞ്ഞു കുതിർന്നിട്ടാ പോയത്. എവിടെ വെച്ചാ കണ്ടേ? എങ്ങോട്ടാ പോയേ? അവർ തെക്കോട്ടാ പോയത്. താണ്ടുപുറത്തേക്കാവും. സുഭദ്ര, അവരധികം ദൂരം പോയിട്ടുണ്ടാവില്ല. വാ, നമുക്ക് പോയി അന്വേഷിക്കാം. അവൻ മരിച്ചിട്ടില്ല. എനിക്ക് ആശ്വാസമായി. വാ, നമുക്ക് തിരികെ പോകാം. സുഭദ്ര, വേണ്ട, നിങ്ങൾ ഇനി അവനെ അന്വേഷിക്കണ്ട. ചരടു പൊട്ടിയ പട്ടമായോർമ്മകൾ തിരികെയെത്തുകില്ലെന്നറിയുന്നു ഞാൻ. ചരടു പൊട്ടിയ പട്ടമായോർമ്മകൾ തിരികെയെത്തുകില്ലെന്നറിയുന്നു ഞാൻ. നറുനിലാവിന്റെ സ്വപ്നങ്ങളിന്നുമീ നടവഴികളിൽ ബാക്കിയാവുന്നതും. നറുനിലാവിന്റെ സ്വപ്നങ്ങളിന്നുമീ നടവഴികളിൽ ബാക്കിയാവുന്നതും. തിരികെയെത്താത്തൊരിന്നലയിലൊന്നിലൻ മുറിവുണങ്ങാത്ത മനമുണ്ടതിപ്പോഴും. തിരികെയെത്താത്ത ഇന്നലയിലൊന്നിലൻ മുറിവുണങ്ങാത്ത മനമുണ്ടതിപ്പോഴും. കുടുംബ മഹിമ.
പക്ഷേ മറ്റാർക്കും അറിയാത്ത മറ്റൊന്നുണ്ട്. സ്നേഹം. ഇനിയും തിരുത്താനാകാത്ത നാട്ടാചാരങ്ങൾ. നിങ്ങൾക്ക് ആരാത്ത് പ്രാർത്ഥന അറിയോ? അറിയോ? ഇല്ല, അറിയില്ല. അറിയില്ല. എങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, വെറും ഒരു ഭ്രാന്തൻ, ഇടൻകാൽ മുതൽ വലങ്കാലിലേക്ക് മാറ്റിയ വെറും വിഡ്ഢി. പക്ഷെ താൻ സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്തത് എന്റെ ജീവിതം ഒരു നിമിഷം നേരം കൊണ്ട് താഴെ വീണ് തകരുന്നത് കണ്ട് ആർക്കുള്ളതിട്ടവല്ല. മോനെ, നീ ഭക്ഷണം ഒന്ന് കഴിക്കണം. ഭക്ഷണം വേണ്ട. ഭക്ഷണം ഭക്ഷണം കഴിച്ച് കഴിച്ച് പാഷാണമാകുന്ന ഭക്ഷണം എനിക്ക് വേണ്ട. കൊണ്ടുപോ. എന്റെ പൊന്നു മോനെ, നീ ഇത് കുറച്ചെങ്കിലും ഒന്ന് കഴിക്കണം. നിനക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങളുടെ കണ്ണടയുന്നത് വരെയെങ്കിലും നിന്നെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്റെ പൊന്നു മോനെ. ഈ അച്ഛനെ പ്രാകല്ലേട്ടാ. സ്നേഹിച്ച് സ്നേഹിച്ച് നീ അവളെ നിന്റെ ജീവനേക്കാൾ സ്നേഹിച്ചു. അതച്ഛനറിയാം. പക്ഷെ അച്ഛന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ആരെയും ഇത്ര കണ്ട് സ്നേഹിക്കരുത്. എന്റെ സുഭദ്ര വരുന്നുണ്ട്. എന്റെ സുഭദ്ര. അല്ല, ഇതെന്റെ സുഭദ്രയല്ല. ഇതെന്റെ സുഭദ്രയല്ല. നിങ്ങൾക്ക് എന്റെ സുഭദ്രയെ അറിയോ? എന്റെ സുഭദ്രയെ അറിയോ? എന്റെ സുഭദ്രയെ അറിയോ? എന്റെ സുഭദ്രയെ അറിയോ? അറിയില്ല. ആർക്കും എന്റെ സുഭദ്രയെ അറിയില്ല. എന്നെ പോലെ എന്റെ സുഭദ്രയെ ആർക്കും അറിയില്ല. ആരാ? അനന്തനാണോ? ആ, അതെ. അതെ, അനന്തൻ വന്നിട്ടുണ്ട്.
എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? വാ. പറയാം. വയ്യ. തീരെ വയ്യാതായി. ഇനി എത്ര കാലായി നീ എന്റെ മകനെ കണ്ടോ? അവനെന്ന് മുഴുവൻ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥന എന്റെ തള്ള പറയാ. ഞാൻ പ്രാർത്ഥന ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു. എന്നോടോ? എന്ത് തെറ്റ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയും. നീ വളരെ സമാധാനത്തോടെ കേൾക്ക്. എന്താണെന്ന് വെച്ചാ പറയേ. നീ കുഞ്ഞെവിടെയാ? തള്ള എന്താണെന്ന് വെച്ചാ പറയേ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. നിന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചോടെ ഓ, അവൻ ഉത്തമനായ ഒരാൺകുഞ്ഞായിരുന്നു. ദുഷ്ടൻ! വന്നോ? നിന്റെ തലയിലാവും, എന്റെ തലയിലാവും. നീ മരിക്കും, ഞാനും മരിക്കും. വിശ്വാസിയും മരിക്കും, അവിശ്വാസിയും മരിക്കും. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മരിക്കും. വന്നേ, വന്നോ, വന്നേ. കൊന്നോ? നീ എന്നെ കൊന്നോ? ഇതെല്ലാം തുറന്നു പറഞ്ഞ് ഞങ്ങൾ മരിക്കാതിരിക്കുക. ഈ പ്രാർത്ഥന കൈപിടിച്ച് ഇനി എത്ര കാലം? അനന്ത, അന്ന് ഞാൻ ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോ ഇവളോട് പറഞ്ഞതാ എല്ലാ കാര്യവും നിന്നെ അറിയിക്കാൻ. അന്ന് ഇവളുടെ വാശിയും വൈരാഗ്യവും അതിന് സമ്മതിച്ചില്ല. പിന്നെ ഇവളെ എതിർക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും എന്നോട് എന്തിനാ നിങ്ങൾ ഈ കൊടും ചതി ചെയ്തത്? എന്റെ മകൻ സുഭദ്രയും തമ്മിൽ ഇഷ്ടത്തിലാണ്. നാട് മുഴുവൻ പേരെടുത്ത് നടക്കുന്ന വൈറ്റാട്ടിയുടെ മകനെ കൊണ്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കും. സുഭദ്രയുടെ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവളുടെ അച്ഛൻ എന്റെ മകനെ തല്ലി ചതച്ചു. എന്നിട്ട് അവരുടെ അന്തസ്സിനൊത്ത നിന്നെ കൊണ്ട് സുഭദ്രയെ കെട്ടിച്ചു. അന്നു മുതലാ എന്റെ മകൻ ഗതിയിലായത്. എന്റെ മകനെ ഈ നിലയാക്കിയ അവരോടുള്ള ദേഷ്യം കൊണ്ടോ എന്റെ ഭഗവതേ, സുഭദ്രയുടെ കുഞ്ഞ് ശിഖണ്ഡിയാണെന്ന് ഞാൻ പറഞ്ഞത്. അത് നിന്റെ ജീവിതം ഇത്ര
ദുരിതത്തിലാക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ദൈവമേ, ഞാനെന്തൊരു മഹാഭാവിയാ. നിന്റെ കുഞ്ഞിനെ അന്വേഷിക്കണം. അവൻ എവിടെയാണെങ്കിലും കണ്ടെത്തണം. അവൻ ലക്ഷണമൊത്ത രാജകഥയുള്ള ഒരാൺകുട്ടിയാണ്. ആൺകുട്ടി. ദൈവമേ, ഇനി ഞാൻ അവനെ എവിടെ പോയി അന്വേഷിക്കും? എന്റെ ദൈവമേ, ആനന്ദ, നീ സമാധാനമായിട്ടിരിക്കും. ഈശ്വരൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അന്ന് മലപ്പുറമ്പിലെ പൊട്ടക്കിണറ്റിൽ അവനെ കാണാതെ അന്വേഷിക്കുമ്പോ ഒരു വഴിപ്പോക്കൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു കൂട്ടം ചികണ്ടികൾക്ക് ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, അവര് കൊണ്ട് പോടെ കണ്ടെന്ന്. അവരിപ്പോ എവിടെയാണോ എന്തോ. എന്റെ ദൈവം, അങ്ങനെയാണോ? അവനെ ശിഖണ്ഡികളാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ കൂത്താണ്ടപുരത്ത് പോയി അന്വേഷിക്കും. ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनश्रण्वन्नोदिभिस्सेदसादनम् ॐ महागणपतये नमः। ॐ भद्रं कर्णेभिः शृणुयामदेवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः सुष्ठुवागुंसस्तनूभिः वृषेम देवहिरय्यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः। ഇല്ല, എനിക്ക് നിന്നെ പ്രണയിക്കാനാവില്ല. എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ? ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? എല്ലാമായ രാജകുമാരൻ. ഇല്ല,
എനിക്കതിനൊന്നും കഴിയില്ല. നിങ്ങളുടെ ഈ ജന്മം ശപിക്കപ്പെട്ട ജന്മമാണ്. വിചിത്രമായ ജന്മങ്ങൾ, ഈശ്വരന് പോലും തെറ്റുപറ്റിയ ജന്മങ്ങൾ, ദൈവങ്ങൾ പോലും തോൽപ്പിച്ചു കളഞ്ഞ ജന്മങ്ങൾ. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ നിന്നിലെ സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പോലും എനിക്ക് കഴിയില്ല. ഞാനൊരു ശിഖണ്ഡിയാണ്. ആര് പറഞ്ഞു നിന്നോട് ഈ അസത്യം? നീ ഒരു പുരുഷനാണ്. അത്രമേൽ പുരുഷ സൗന്ദര്യം ഞാൻ നിന്നിൽ കാണുന്നു. അല്ല, ഞാനൊരു പുരുഷനല്ല. ഞാനൊരു ശിഖണ്ഡി. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ നിനക്ക് എന്നോടുള്ള പ്രണയം കൊണ്ട് എന്റെ ഈ ജന്മം മഹത്തരമായ ജന്മമാണെന്ന് തോന്നിയേക്കാം. പക്ഷെ ഞാനൊരു ശിഖണ്ഡി. അതുകൊണ്ട് സഹോദരി, നീ എന്നെ മറക്കണം. മറന്നേ പറ്റൂ. ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഞാൻ നിന്നെ കൂടെ കൂട്ടുമായി. പക്ഷെ ആര് പറഞ്ഞു നിന്നോട് ഈ അസംബന്ധം? ആദ്യം പ്രസവമെടുത്ത് വയറ്റയ്ക്കണം, പിന്നെ എന്റെ അച്ഛൻ പറഞ്ഞു, പിന്നെ ഈ സമൂഹം പറഞ്ഞു. നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മ പറഞ്ഞോ? നിന്നെ പോറ്റി വളർത്തുന്ന ഈ അമ്മമാർ പറഞ്ഞോ? ഇല്ല. ഒരു സ്ത്രീക്കറിയാം പുരുഷൻ, അല്ലെങ്കിൽ ശിഖണ്ഡിക്കും ഉണ്ടാകില്ലേ മനസ്സ്? ആ മനസ്സോടുകൂടെ ഞാൻ നിന്നെ സ്വീകരിക്കും. പോലീസ് എന്നെ വിട്, ഞാൻ പോട്ടെ. പോലീസ് വന്നോട്ടെ, നീ എന്തിനാ ഭയക്കുന്നേ? ഞങ്ങൾക്ക് പോലീസിനെ പേടിയാ. നിങ്ങൾ എവിടെ കണ്ടാലും അവർ ഞങ്ങൾ ഉപദ്രവിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഈ ജന്മം ശപിക്കപ്പെട്ട ജന്മമാണെന്ന്. എന്നെ വിട്, ഞാൻ പോട്ടെ. இந்த சிகரெட் கொடுத்தப்ப உனக்கு என்ன காரியம்? அங்க மாறுதில்ல. என்ன? நான் இங்க வரக்கூடாதா? நான் இங்க இருந்தா என்ன தப்பு? அப்படியല്ല செல்லம், இந்த பொறுக்கி கூட்டத்தொக்கപ്പം உனக்கு என்ன வேலைன்னு கேட்கறேன். நான் இங்க கோவிலுக்கு வந்தது, இந்த திருவிழை, அதுக்காக வந்தேன். அதுக்கு என்ன பிரச்சனை? ஆமா ஆமா, சரி சரி. உங்க அப்பா கவுண்டர் அங்க நிக்குது, அப்பா பக்கம் போ. டேய், அந்த பையனை தூக்குறா. போடாங்க இருட்ட மூஞ்சி. உனக்கு இந்த கவுண்டர் பெண்ணும் மட்டும் பிடிக்குதா? பெருக்கி நாயர். നാട് നീളെ തെണ്ടിപ്പറക്കി ഇവനെ ഞങ്ങൾ പോറ്റി വളർത്തുന്നത് സാർമാർക്ക് ഇടിച്ചു കളിക്കാനല്ല. സാറിന്റെ കൈ വല്ലാതെ അങ്ങ് തടിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്ന് തീർക്ക് സാറേ. മാറണേ ശിഖണ്ഡി പുറമ്പോക്കുകളെ. யாரடி இவன்? ഇവനോ? ഇവൻ എന്റെ മകൻ. மகனா? உங்க மகனா? பிரமாதம். ஆடும் பெண்ணும் கட்ட உனக்கு எப்படி அவனை பெற்ற முடியும்? സാറേ, ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് പെറ്റു വളർത്താൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ഒരു കുഞ്ഞിനെ പോറ്റി വളർത്താൻ കഴിയും. അതിനൊരു മനസ്സുണ്ട് സാറേ. தெரியுமடி உங்க மனசு. ഞാൻ நிறைய பார்த்திருக்கு உங்க மனசு. സാറിന് തെറ്റി സാറേ. ഈ കൂട്ടത്തിൽ എത്ര പേരെ കണ്ടിട്ടുണ്ട് സാറങ്ങനെ? ഇരുട്ടിന്റെ മറവിൽ വൃത്തികേട് കാണിക്കുന്നവരെ മാത്രമേ സാർ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെപ്പോലെ മാല കെട്ടിവിറ്റും ദൈവങ്ങളുടെ രൂപങ്ങൾ നാടുനീളെ നടന്നു വിറ്റും ജീവിക്കുന്നവരെ സാറുമാർ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സാർ അന്വേഷിക്കുന്ന ആരും ഈ കൂട്ടത്തിലുണ്ടാവില്ല. എന്റെ മോനെ വീട് സാറേ. பொண்ணை கைய கட்டி கண்ணை கட்டி கொண்டு போகிறதுக்கா நீ இந்த சீகண்டி பாயனை ஆம்பளை வேஷம் போட்டு கொண்டு இருக்கிறியா? நீங்க கவலைப்படாதுங்க, நாங்க பாத்துக்கிறேன். സാറേ, ഇവർ പ്രായപൂർത്തിയ സ്ത്രീയും പുരുഷനുമാണ്.
ഇവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ എന്താ നിങ്ങൾ അടയിരിക്കുന്ന നിയമത്തിനെ തടയാൻ കഴിയുമോ? இவன் தானா புருஷன்? எது முதலாளி உங்க கூட்டத்துல ஆம்பளை பிறந்தது? பொண்ணு என் கண்ணா, இவன் ஒரு புருஷனா இருந்தா இந்த அப்பாவுக்கு எதுவுமே பிரச்சனை இல்லை. இவன் ஜாதியோ குலமோ கோத்திரமோ எதுவுமே பரவாயில்ல. ஆனா இவன் ஆம்பளை சிங்கமா இருக்கணும். அப்படியா இருந்தா உங்க திருமணம் இந்த அப்பா நடத்தி தரு. കുമരാ മോനെ കുമരാ, എന്റെ മോനെ കണ്ടു, നിങ്ങൾ എന്റെ മോനെ കണ്ടു, എന്റെ കുമരനെ, എന്റെ കുമരനെ കണ്ടു, നിങ്ങൾ എന്റെ കുമരനെ കണ്ടോ? നിങ്ങൾ എന്റെ കുമരനെ കണ്ടോ? ആരെങ്കിലും എന്റെ കുമരനെ നീയല്ലേ എന്റെ മോൻ കുമരൻ? നീയല്ലേ എന്റെ മോൻ കുമരൻ? അല്ല, ഇവൻ നിങ്ങളുടെ കുമരനല്ല, എന്റെ മോനാ. കള്ളം പറയരുത്. അവനെ പെറ്റ തള്ള അവളെ കാത്തിരിക്കുകയാണ്. അവള് കെട്ടിക്കൊടുത്ത ഏലസ അവന്റെ കഴുത്തിൽ കിടക്കണത്. അല്ലെങ്കിൽ അവൻ പറയട്ടെ, ഈ രക്ഷ മോന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം മോൻ ഒരാപത്തും വരില്ല. അതുകൊണ്ട് എന്റെ മോൻ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊണ്ടകരത്തിൽ നിന്ന് കിട്ടിയതാണ് അവന്. ഇത്രയും കാലം ഞങ്ങൾ അവനെ പോറ്റി വളർത്തി. ഇവനെ പ്രസവിച്ചോ അവിടെ കാത്തിരിക്കുന്നവർ. അതുകൊണ്ട് എനിക്ക് കള്ളം പറയാനാവില്ല. ഇവൻ നിങ്ങളുടെ കുമ്മല്ല കൊണ്ടുപോയിട്ടുള്ളൂ. ഇല്ല, ഞാൻ എങ്ങോട്ടുമില്ല. നിങ്ങളെ വിട്ടൊരു ജീവിതം അതെനിക്ക് വേണ്ട. നിനക്ക് പോകാതിരിക്കാനാവില്ല. നിന്നെ പ്രസവിച്ചു വളർത്തിയ ഒരമ്മ അവിടെ കാത്തിരിക്കുക. നീ കണ്ടില്ലെന്ന് നടിക്കരുത്. അതുകൊണ്ട് നീ പോണോ? നീ പോയേ പറ്റൂ. എന്റെ പൊന്നു മോനെ, ഈ അച്ഛനോട് ക്ഷമിക്കില്ലടാ. നിന്നെ പ്രസവിച്ച് കയ്യിൽ തരുമ്പോ നശിച്ച വയറ്റാട്ടിത്തള്ള പറഞ്ഞതാ, ഇവൻ നാടിനും വീടിനും ശാപമായ ഒരു ശിഖണ്ഡിയാണെന്ന്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ പേരെടുത്ത തള്ളയല്ലേ. അച്ഛൻ അതൊന്ന് വിശ്വസിച്ചു. പോകെ പോകെ നിന്നോടുള്ള വെറുപ്പ് വളർന്നു. സുഭദ്ര അവള് പലവട്ടം പറഞ്ഞതാ, രാജകഥയുള്ള ലക്ഷണമൊത്തൊരാൺകുട്ടിയാണെന്ന്.
പക്ഷെ അതൊന്നും വിശ്വസിക്കാനുള്ള മാനസികാവസ്ഥ ഈ അച്ഛനുണ്ടായില്ലടാ പൊന്നുപോലെ. അച്ഛന്റെ പൊന്നുമോ, അച്ഛന്റെ പൊന്നുമോ, അച്ഛന്റെ പൊന്നുമോ. അതെ, നീയൊരു പുരുഷനാണ്. ഇനിയെങ്കിലും വിശ്വസിക്കും, നീയൊരു പുരുഷനാണ്. ഹേ മനുഷ്യ, ആരോ നീട്ടി വിരൽ തുമ്പിലൂടെ, ആരോ വെച്ച് നീട്ടി ശിഖണ്ഡി പട്ടങ്ങളിലൂടെ നീ നിന്റെ ജീവിതം പാഴാക്കാൻ ആഴങ്ങൾ തിരയുക, അസ്തിത്വം അന്വേഷിക്കുക. അവിടെ അവിടെ നിന്റെ വിജയം സുനിശ്ചിതം. ഞങ്ങളെല്ലാവർക്കും നിങ്ങളെയും നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെയും അറിയാം. നമ്മളെല്ലാവരും ഈ പൂരപ്പറമ്പിൽ കളിച്ചു വളർന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനൊരു നാടകം ചെയ്യാൻ അവസരം ലഭിച്ച ഞങ്ങളെല്ലാവരും കൃതജ്ഞരാണ്. റോബിൻ പഴമ്പള്ളി, നീതു മോഹൻ, അപർണ ലക്ഷ്മി, ദേവനന്ദ സന്തോഷ്, വരുൺ ജോർജ് എ, റീന മാറോക്കി, ഷൈജു കിഴക്കൂട്ട്, പ്രിൻസി ബാബു, ഈ നാടകത്തിന്റെ കഥ എഴുതിയ ബിനോയ് ബി മാലൻ, സുശീൽ ദേവ് പേക്കിൻകാട്, രാജൻ ഐക്കരശ്ശേരി, ടിജോ എടക്കളത്തോ, സംഗീത് കുണ്ടുകുളം. ഈ നാടകത്തിന്റെ സംവിധാനം ഞാൻ ജുബി കുണ്ടുകുളം. ഞങ്ങൾക്ക് ശബ്ദവും വെളിച്ചവും നൽകി ബിനീഷുണ്ട്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മ്യൂസിക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നവനീത് കൃഷ്ണ, ജുബി കുണ്ടുകുളം. ഞങ്ങളെ ഈ വിധത്തിലൊക്കെ മേക്കപ്പിനെ ചെയ്തെടുത്ത മഹേഷ് ഉണ്ട് പിൻപുറത്ത്. ശബ്ദവും വെളിച്ചവും നൽകിയ എല്ലാവർക്കും, അതുപോലെ കാണികളായ എല്ലാവർക്കും, വെളിച്ച വിധാനം ചെയ്ത ധനേഷ്, അവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സജിത്ത്, അങ്കിത് കുണ്ടുകുളം, ക്യാമറ നയിച്ചുകൊണ്ടിരിക്കുന്നത് അരൂപ്. അങ്ങനെ എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഈ നാടകത്തിന്റെ മ്യൂസിക് റെക്കോർഡിംഗ് ചെയ്ത ലൈവ് മീഡിയ സിൻഡോ എല്ലാവരെയും ഈ നിമിഷം മനസ്സിലോർക്കുന്നു. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു.